ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. യെസ്. യെസ്, എല്ലാവരും ശ്രദ്ധിക്കും. നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്കാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 6. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ചെയ്ത ലാബുകളെല്ലാം തന്നെ IP4 ബേസ് ചെയ്തിട്ടായിരുന്നു. ഇനിയുള്ള ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്ത പ്രോട്ടോകോൾസ് എല്ലാം തന്നെ എക്സാമ്പിൾ സ്റ്റാറ്റിക്, ഡീഫോൾട്ട്, EIGRP, OSPF, ഇങ്ങനെ എല്ലാ പ്രോട്ടോകോളും നമ്മൾ IP4 വെച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ എല്ലാ പ്രോട്ടോകോളും IPv6 വെച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. പിന്നെ ഫ്യൂച്ചർ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കൂടുതലായിട്ട് IP6 അവിടെ യൂസ് ചെയ്യാറില്ല, ISP ലെവലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. ഇനി ഫ്യൂച്ചർ നിങ്ങൾക്ക് മേ ബി യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, നമ്മൾ IP4 ബേസ് ചെയ്തൊന്ന് കമ്പയർ ചെയ്ത് പറയാം IP6ന്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് മാക്സിമം എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയിരിക്കാം. IP4 അഡ്രസ് എത്ര ബിറ്റാണ്? ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യാം. ടോട്ടൽ എക്സലന്റ്. എത്രയാണ്? 32 അഡ്രസ് ആണ്. എത്ര പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 4. യെസ്, എക്സലന്റ്. 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈച്ച് പോർഷൻ കണ്ടേ ഈച്ച് പോർഷൻ എത്ര ബിറ്റ് ഉണ്ടാവും? 8. യെസ്, 8 ബിറ്റ്സ്. വെരി ഗുഡ്. ആ 8 ബിറ്റ്സ് നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ബൈറ്റ്. ഒക്ടറ്റ് അഥവാ ബൈറ്റ് എന്ന് വിളിക്കാം. ഏത് ഫോർമാറ്റിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിൽ അല്ലെ? ഡോട്ടഡ് ഡെസിമൽ എന്ന് പറയുമ്പോൾ 192 ഡെസിമൽ ഡോട്ട്, 168 ഡെസിമൽ ഡോട്ട്. ഡോട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേഷൻ ചെയ്യുന്നു. ഇതാണ് നമ്മൾ IP4 അഡ്രസ്സിനകത്ത് IP4 ബേസിക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഒന്ന് കമ്പയർ ചെയ്ത് നമുക്കൊന്ന് പറയാം. IP6 എന്ന് പറയുന്നത് 128 ബിറ്റ് അഡ്രസ് ആണ്. എത്രമാത്രം വ്യത്യാസം ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കിയേ. 32 ബിറ്റ് എവിടെ കിടക്കുന്നു, 128 ബിറ്റ് എവിടെ കിടക്കുന്നു. ഒരിക്കലും തീർന്നു പോവാത്ത ഒരു അഡ്രസ്സിംഗ് സ്കീമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ IP6 എന്ന് പറയുന്നത്. ഒരിക്കലും തീർന്നു. IP6 അഡ്രസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഹെക്സ ഫോർമാറ്റിലാണ്. ഏത് ഫോർമാറ്റിലാണ്? ഹെക്സ ഫോർമാറ്റ്. എന്ന് വെച്ചാൽ ഹെക്സ പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സ പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു എത്ര ബിറ്റ് ആണ്? 4 ബിറ്റ്സ്. ഹെക്സ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, 1 ഹെക്സ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് 1 നിബിൾ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോളാം. 1 ഹെക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബിറ്റ് ആണ്? 4 ബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹെക്സ ഫോർമാറ്റിലാണ് 128 ബിറ്റ് എങ്കിൽ 120 ബിറ്റ് എത്ര ഹെക്സ ആയിരിക്കും? 128 ബിറ്റ് ഹെക്സയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹെക്സ ആയിരിക്കും? ഒരു ഹെക്സ. എക്സലന്റ്. അപ്പം 128 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 32 ഹെക്സ എന്ന് വെച്ചാൽ 32 വാല്യൂസ് നമുക്ക് വരും. ഹെക്സ ഫോർമാറ്റ് നമ്മൾ യൂസ് ചെയ്യും. അപ്പം എത്ര വാല്യൂസ് വരും? 32 വാല്യൂസ് ആയിരിക്കും ഒരു IP6 അഡ്രസ്സിനകത്ത് വരുന്നത്. ആലോചിച്ച് നോക്കിയേ എത്ര വാല്യൂസ് ആണ്. യെസ്, അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. IP4 അഡ്രസ് 32 ബിറ്റ്, IP6 അഡ്രസ് 32 ഹെക്സ. ഓക്കെ, 1 ഹെക്സ എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ് ആണ്? 4 ബിറ്റ്സ്. അത് ഓർത്തിരിക്കാം. എത്ര പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? IP6 അഡ്രസ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 8 പോർഷനാണ്. ഓക്കെ, അപ്പൊ ഈച്ച് പോർഷൻ എത്ര ആയിരിക്കും? എത്ര ഹെക്സ ആയിരിക്കും അല്ലെങ്കിൽ ബിറ്റ്സ് ആയിരിക്കും? ഈച്ച് പോർഷൻ 4. ബിറ്റ്സിന്റെ കൗണ്ട് ആണെങ്കിൽ
32. 128 ബിറ്റ് എന്ന് പറയുന്ന സമയത്ത് ബിറ്റിന്റെ കൗണ്ട് ആണെങ്കിൽ ഏത് ഫോർമാറ്റിലായിരിക്കും? 16 ബിറ്റ്സ് ആയിരിക്കും ഒരു പോർഷനകത്ത് വരുന്നത്. ഹെക്സയുടെ കൗണ്ട് ആണെങ്കിലോ? 4. രണ്ടും കമ്പയർ ചെയ്തപ്പോഴും പഠിക്കാം, പിന്നെ പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. ദെൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കോളൻ ഹെക്സാഡെസിമൽ ഫോർമാറ്റ്. ഓക്കെ, ഈ നോട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് അപ്പുറത്തുള്ളത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത നോട്ടാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാൻ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് ഞാൻ വളരെ സിമ്പിൾ ലഘൂകരിച്ച് പറയുന്നതാണ്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം കോളൻ ഹെക്സാഡെസിമൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോളൻ പറഞ്ഞ എന്താ? മേലൊരു കുത്ത്, താഴെ കുത്ത്, അല്ലെ? ഹെക്സാഡെസിമൽ പറയുമ്പോൾ 0 മുതൽ 9 വരെയും A മുതൽ F വരെ വരുന്ന ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് എന്തായിട്ട് വരാം? IPv6 അഡ്രസ് ആയിട്ട് വരാം. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to 9, A to F വരുന്ന ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് എന്തായിട്ട് വരാം? IPv6 അഡ്രസ് ആയിട്ട് വരാം. ലൈക്ക് നിങ്ങൾ മാക് അഡ്രസ് കണ്ടിട്ടുണ്ടോ? മാക് അഡ്രസ്സിനകത്ത് നമ്പറും ഉണ്ടാവും, ലെറ്റേഴ്സും ഉണ്ടാവും, അല്ലെ? രണ്ട് മിക്സഡ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്ന പോലെ അതിനെ വിളിക്കുന്ന പേരാണ് ഹെക്സാഡെസിമൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ ഇത്രയും ക്ലിയർ ആയില്ലേ? 128 ബിറ്റ് അഡ്രസ് ആണ്, അഥവാ 32 ഹെക്സ ആണ്. 8 പോർഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് പോർഷൻ കണ്ടെയ്ൻ 16 ബിറ്റ്സ് ഓർ 4 ഹെക്സ. ഏത് ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കോളൻ ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കോളൻ പറയുമ്പോൾ മേലൊരു കുത്ത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ഇതൊന്ന് വായിച്ചോട്ടെ. ഇത്ര ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ. വായിക്കുന്നുണ്ട്. IPv4-നെക്കാളും വളരെ വളരെ ഈസിയാണ് എന്ത് പഠിക്കാനായിട്ട്? IPv6 പഠിക്കാനായിട്ട്. നിങ്ങൾ ഓർക്കണോ എനിക്കറിയില്ല, നമ്മളൊരു IP4 അഡ്രസ്സിന്റെ ക്ലാസ് നമ്മൾ 3-4 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ? IP 3-4 ക്ലാസ് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്ലാസ് ഫുൾ അഡ്രസ് എടുത്തു, പിന്നെ നമ്മൾ ക്ലാസ് ലെസ് അഡ്രസ് എടുത്തു, അല്ലെ? അപ്പൊ 1-2 ക്ലാസ് 3 ക്ലാസ് ഒന്നും എടുത്തു തോന്നുന്നു. ഓക്കെ, അത്രയും വേണ്ട. ഇവിടെ നമുക്കൊരു ഹാഫ് ആൻ അവർ ഉണ്ടെങ്കിൽ തന്നെ IPv6 കൂളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ കണ്ടിട്ട് പഠിക്കാനായിട്ട്. യെസ്. അപ്പൊ ഒരു എക്സാമ്പിൾ, ഞാൻ ഒരു IPv6 എക്സാമ്പിൾ ഞാൻ എഴുതുവാണ്. ഓക്കെ, അപ്പം എത്ര വാല്യൂസ് വരും? 8 പോർഷൻ വരും, അല്ലേ? നമുക്ക് എക്സാമ്പിൾ ഒരു പോർഷനകത്ത് 4 ഹെക്സ വാല്യൂസ്, ഇപ്പൊ 4 വാല്യൂസ്. ഓക്കെ, ഒരു കാര്യം അറിഞ്ഞിരിക്കുക, IPv6 അഡ്രസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നുകിൽ 2 പറയുന്ന ഡിജിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും 3 ആയിരിക്കും. ഈ രണ്ടെണ്ണം മാത്രമേ അയാന ഇതെല്ലാം തരുന്നതാണ്. അയാന എന്ത് ചെയ്തിട്ടുള്ളൂ? പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. 2 അല്ലെങ്കിൽ 3. 8 പോർഷൻ വരണം. സോ ഞാൻ ഈ പോർഷൻസ് ഇങ്ങനെ ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എത്ര? 3, 3, 6, 7, 8 ഒരെണ്ണം കൂടി പോകണം. നോക്കിയേ, ഇത്രയും വാല്യൂസ് എഴുതണം ഒരു അഡ്രസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു അത്യാവശ്യം ഒരു ഹെവി ടോപ്പോളജി ആണെങ്കിൽ നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്യാൻ എത്ര മാത്രം സമയം എടുക്കും നോക്കിക്കേ, അല്ലെ? ഒരു 4-5 ലൂപ്പ് ബാക്ക് അങ്ങോട്ട് ഇട്ടെന്ന് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്യുന്നതിന് സമയം ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പോ അതുകൊണ്ട് തന്നെ ഇത്രയും ലെങ്തി അഡ്രസ് ആയതുകൊണ്ട് ഇതിനെ ഒന്ന് ചെറുതാക്കാനായിട്ട് നമുക്ക് 2 മെത്തേഡ്സ് യൂസ് ചെയ്യാം അഡ്രസ്സിനെ ചെറുതാക്കാനായിട്ട്. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് 0 വരികയാണെങ്കിൽ അതിന് പകരം നമുക്ക് ഒരു 0 കൊടുത്താൽ പോരെ? ആക്ച്വലി 4 0 വരികയാണെങ്കിൽ ഒരു 0 കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് എന്ത് കരുതിക്കോളും? ബാക്കി 3 എന്താണ്? 0 എന്ന് ഇമാജിൻ ചെയ്തോളും. അപ്പൊ നമുക്ക് 4 0 ഒരുമിച്ച് വരുന്ന അവിടെ ഒരു 0 കൊടുത്താൽ പോരെ? ഇനി ഇങ്ങനെ വാല്യൂ കാണാമെന്ന് വിചാരിക്കുക. ലെഫ്റ്റ് സൈഡിൽ വരുന്ന സീറോസിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? റൈറ്റ് സൈഡിൽ സീറോസ് വന്നാൽ ഭയങ്കര വാല്യൂ ആണ്. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ 0 വന്നാലോ? ഒരു വാല്യൂ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അതിന് വരെ എന്ത് ചെയ്യാം? ഇങ്ങനെ കൊടുക്കാം. നമ്മുടെ IPv6 ഡിവൈസ് എന്തായാലും ഇമാജിൻ ചെയ്തോളും? ലെഫ്റ്റ് സൈഡിൽ 3 0 ഉണ്ടെന്ന് ഇമാജിൻ ചെയ്തോളും. അങ്ങനെയെങ്കിൽ
നമുക്ക് ഈ അഡ്രസ് എങ്ങനെ എഴുതാം? 2000 എന്നുള്ള നമുക്ക് 2 എന്ന് എഴുതിയാൽ പോരെ? മതിയോ? 2 എന്ന് എഴുതിയ വാല്യൂ ഉണ്ടോ? 2000 വാല്യൂ പോയില്ലേ? ലെഫ്റ്റ് സൈഡിലാണ് സീറോസ് വന്ന് 2 കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഒരിക്കലും 2000 വാല്യൂ നമുക്ക് കളയാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ എന്ത് കൊടുക്കാം? 0 കൊടുക്കാം, 0 കൊടുക്കാം, A കൊടുക്കാം, 0 കൊടുക്കാം, 0 കൊടുക്കാം, 0 കൊടുക്കാം, 1 കൊടുക്കാം. അല്ലെ? അത്യാവശ്യം ചെറുതായി അഡ്രസ്. മെത്തേഡ് മനസ്സിലായോ? സ്റ്റെപ്പ് മനസ്സിലായോ? ഇതാണ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ടോപ്പോളജിക്കകത്ത് എത്ര ഹെക്സ്റ്റെറ്റ് നമ്മൾ എന്താ വിളിക്കാറ്? ഈ പറയുന്ന ഇങ്ങനെ ഒരു 4 പോർഷൻ അല്ലെ? ഒരു പോർഷൻ നമ്മൾ ഇപ്പൊ IP4 അഡ്രസ് ആണെങ്കിൽ നമ്മൾ 8 ബിറ്റിനെ എന്ത് വിളിക്കാറുണ്ട്? ബൈറ്റ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഒക്ടറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ ഇവിടെ 4 ഹെക്സ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെക്സ്റ്റെറ്റ്. ഹെക്സ്റ്റെറ്റ്. ഓക്കെ, അപ്പൊ ആ പോർഷൻ നമുക്ക് ഇവിടെ എത്ര ഹെക്സ്റ്റെറ്റുകൾ കണ്ടിന്യൂസ് സീറോസ് വരുന്നുണ്ട്? എത്ര ഹെക്സ്റ്റെറ്റുകൾ കണ്ടിന്യൂസ് സീറോസ് വരുന്നുണ്ട്? ഈ ആദ്യത്തെ 2 കണ്ടിന്യൂസ്ലി വരുന്നതല്ലേ? ഇത് 2 കണ്ടിന്യൂസ്ലി വരുന്ന സീറോസ് ആണ്. അതേപോലെ ഇവിടെ 3 കണ്ടിന്യൂസ്ലി വരുന്ന ഹെക്സ്റ്റെറ്റുകൾ ഉണ്ട്. 0 വരുന്ന 3 ഇവിടെ വരുന്നുണ്ട്. അപ്പോ നമുക്ക് രണ്ടാമത് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു IPv6 അഡ്രസ്സിനകത്ത് ഹെക്സ്റ്റെറ്റുകൾ കണ്ടിന്യൂസ്ലി വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഇതിനെന്താ വിളിക്കുന്നത്? നൾ കോളൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത് നമ്മള്? നൾ കോളൻ. ക്ലിയർ? നൾ കോൾ. ഈ നൾ കോൾ എന്ന് പറയുന്നത് ഒരു അഡ്രസ്സിനകത്ത്, ഒരു IPv6 അഡ്രസ്സിനകത്ത് നമുക്ക് വൺസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ക്ലിയർ? അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ എവിടെ കൊടുക്കും? 2 ഹെക്സ്റ്റെറ്റുകൾ വന്നോടെയാ കൊടുക്കുക, അതോ 3 വന്നോടെയാ? നമ്മുടെ ഉദ്ദേശം എന്താണ്? ചെറുതാക്കുക എന്നുള്ളതാണ് അല്ലെ? അഡ്രസ്സിന് എന്ത് ചെയ്യാന്നുള്ളതാണ്? ചെറുതാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെ കൊടുക്കാം? ലെഫ്റ്റ് സൈഡിൽ കൊടുക്കണോ റൈറ്റ് സൈഡിൽ കൊടുക്കണോ? റൈറ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ. വൺസ് മാത്രം യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് 2 സൈഡും കൊടുക്കായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ അഡ്രസ്സിന് എങ്ങനെ എഴുതാം? 2000 A ഈ 3 ഹെക്സ്റ്റെറ്റ് പകരം നമുക്ക് എന്ത് കൊടുക്കാം? നൾ കോളൻ 1 എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് എന്ത് മനസ്സിലാക്കിയോളും? A പറയുന്ന അഡ്രസ്സിനും ഓക്കെ 1 എന്ന് പറയുന്ന ഹെക്സ്റ്റെറ്റിനും ഇടയിൽ വരുന്ന എല്ലാം എന്താണ്? എല്ലാ ഹെക്സ്റ്റെറ്റ് എന്താണ്? 0 എന്ന് ഇമാജിൻ ചെയ്തോളൂ. നമ്മൾ ആകെ ഇപ്പൊ എത്ര ഹെക്സ്റ്റെറ്റ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എത്ര ഹെക്സ്റ്റെറ്റ് ഉണ്ട്? 1 2 3 4 5. പുള്ളിക്കാരൻ നോക്കുന്ന സമയത്ത് എയ്ക്കും 1നും എന്താണ് ഇടയിൽ എന്താണ്? നൾ കോളൻ ആണ്. അപ്പൊ ആ കംപ്ലീറ്റ് ഹെക്സ്റ്റെറ്റുകൾ, ആ 3 ഹെക്സ്റ്റെറ്റുകളും എന്താണ് ഇമാജിൻ ചെയ്തോളൂ? സീറോസ് ആണ് ഇമാജിൻ ചെയ്തോളൂ. പറഞ്ഞ പോയിന്റ് മനസ്സിലായി? ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? IPv6 അഡ്രസ് നമുക്ക് ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്ത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ IPv6 അഡ്രസ് എത്ര ബിറ്റാന്ന് പറഞ്ഞു? നമ്മൾ 128 ബിറ്റാന്ന് പറഞ്ഞു. ആദ്യത്തെ അത് 64 ആണ്. നെറ്റ്വർക്ക് പോർഷൻ 64 ബിറ്റും ഹോസ്റ്റ് എത്രയാണ്? 64 ബിറ്റും. 50-50 ആണ്. പറഞ്ഞു പോയിന്റ് മനസ്സിലായോ? 50-50 ആണ്. അപ്പം ഇത്രയും പോർഷൻ നമുക്ക് എന്ത് വിളിക്കാം? ഇത്രയും പോർഷൻ എന്തായിരിക്കും? നെറ്റ്വർക്ക് പോർഷൻ. ഇത്രയും പോർഷൻ നമുക്ക് എന്തായാലും ഇമാജിൻ ചെയ്യാം? പോസ്റ്റ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്രസ്സിൽ എഴുതുമ്പോൾ സ്ലാഷ് വാല്യൂ 64 എന്നാണ് ഇടാറ്. സാധാരണ നമ്മൾ നെറ്റ്വർക്ക് സ്ലാഷ് ക്ലാസ് A ആണെങ്കിൽ 8 എന്ന് ഇടാറുണ്ട്, ക്ലാസ് B ആണെങ്കിൽ 16 എന്ന് ഇടാറുണ്ട്, ക്ലാസ് C ആണെങ്കിൽ 24. എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? അത് നമ്മുടെ നെറ്റ്വർക്ക് പോർഷനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എവിടെയും കൊടുക്കാം. IPv6 അഡ്രസ്സിനകത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? 64 എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ IPv6 അഡ്രസ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ടത് IPv6 അഡ്രസ്സിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് പോർഷൻ തന്നെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 2ആയി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 പോർഷൻ പറയുമ്പോൾ എത്ര ബിറ്റായി? 48 അല്ലെ? അതിനെ വിളിക്കുന്ന പേര് GRP, ഗ്ലോബൽ റൂട്ടിംഗ് പ്രിഫിക്സ്. ആദ്യത്തെ 48 ബിറ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ റൂട്ടിംഗ് പ്രിഫിക്സ്. ദെൻ ഈ കാണുന്ന 16 ബിറ്റ്, സോറി 8 ബിറ്റ് അല്ലെ?
16 ബിറ്റ്. ഓക്കെ, 16 ബിറ്റിനെ വിളിക്കുന്ന പേരാണ് SID, സബ്നെറ്റ് ID. വിളിക്കുന്നത് ഈ 16 ബിറ്റിനെ എന്താ വിളിക്കുന്നത്? സബ്നെറ്റ് ID. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ IPC അഡ്രസ്സിന് എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? രണ്ടായി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. GRP മീൻസ് ഗ്ലോബൽ റൂട്ടിംഗ് പ്രിഫിക്സ്. യു ക്യാൻ തിങ്ക് ഇറ്റ്സ് മേജർ നെറ്റ്വർക്ക് അഡ്രസ്. നെറ്റ്വർക്ക് അഡ്രസ്സിനകത്ത് തന്നെ മേജർ നെറ്റ്വർക്ക് അഡ്രസ്. അപ്പോൾ ചേഞ്ചസ് എല്ലാം വരുന്നത് എവിടെയായിരിക്കും? മേജറിനകത്തായിരിക്കോ ആ സബ് നെറ്റ് ഐഡിക്കകത്തായിരിക്കും? സബ്ജക്റ്റ് ഐ ഡി. യെസ്, സബ്നെറ്റ് ഐഡിക്കകത്തായിരിക്കും ചേഞ്ച് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് ലാബൊക്കെ തരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ തരാറുണ്ട് 192.168. ഒരു ഇന്റർഫേസിന് 1.1 കൊടുക്കാറുണ്ട് അല്ലെ? അടുത്ത ഇന്റർഫേസ് ഞാൻ എന്താ കൊടുക്കാറ്? എക്സാമ്പിൾ 2.1 കൊടുക്കാറുണ്ട്, 3.1 കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ മൂന്നാമത്തെ പോർഷൻ എന്താണ്? ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പോർഷൻ ചേഞ്ച് വരുത്താറുണ്ടോ? ടോപ്പോളി ശ്രദ്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ തരുന്ന ലാബൊക്കെ അങ്ങനെയാണ്. GRP എന്ന് കൊടുക്കും. അപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാം, ഈ ചേഞ്ച് വരുന്ന പോർഷൻ നമുക്ക് എന്തായാലും പറയാം സബ്നെറ്റ് ID. ഈ കാണുന്ന പോർഷൻ നമുക്ക് എന്ത് വിളിക്കാം? പോസ്റ്റ് പോർഷൻ വിളിക്കാം. അപ്പൊ ചേഞ്ച് വരാത്ത ഒരു പോർഷൻ ഏതാണ്? ആദ്യത്തെ IPC അഡ്രസ്സിന്റെ കേസിൽ ആദ്യത്തെ 3 പോർഷൻ 48 ബിറ്റിനകത്ത് ചേഞ്ചസ് വരില്ല. എവിടെയായിരിക്കും ചേഞ്ചസ് വരുന്നത്? സബ്നെറ്റ് ഐഡിക്കകത്തായിരിക്കും ചേഞ്ചസ് വരുന്നത്. 16 ബിറ്റ് ആണ്. 16 ബിറ്റ് വരുമ്പോൾ എത്ര വാല്യൂ ആയി നോക്കിക്കേ. 216 എത്രയാണ്? 65,536 നെറ്റ്വർക്ക്സോടെ കിട്ടും ഒരൊറ്റ പോർഷനകത്ത്. അപ്പം ചേഞ്ചസ് വരുന്നത് എപ്പോഴും എവിടെയായിരിക്കും? SID, സബ്നെറ്റ് ഐഡിക്കകത്തായിരിക്കും വരുന്നത്. ഇനി നമ്മുടെ ഹോസ്റ്റ് പോർഷനെ IPC-നകത്ത് വിളിക്കുന്ന പേരാണ് ഇന്റർഫേസ് ID. വിളിക്കുന്നത് ഇന്റർഫേസ് ID. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളാം. മറ്റേ PPT ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ടഫ് ആയിട്ടുള്ള പോർഷനാണ്. ഈ പറയുന്ന പോലെ സിംപ്ലിഫിക്കേഷനാണ് പറയുന്നത്, ഇത് നോട്ട് ചെയ്ത് വെക്കാം. യെസ്, അപ്പോൾ എന്താണ് വിളിക്കുന്നത്? ഇന്റർഫേസ് ID. അപ്പം 64 ബിറ്റ് നെറ്റ്വർക്ക് പോർഷനും 64 ബിറ്റ് എന്താണ്? ഹോസ്റ്റ് പോർഷനാണ് വരുന്നത്. ഓക്കെ, ആദ്യത്തെ നെറ്റ്വർക്ക് പോർഷൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ റൂട്ടിംഗ് പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ട് മേജർ നെറ്റ്വർക്ക് അഡ്രസ് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോബൽ റൂട്ടിംഗ് പ്രിഫിക്സ്. അതിനകത്ത് ചേഞ്ചസ് വരില്ല. എത്ര ബിറ്റാണ്? 48 ബിറ്റാണ് വരുന്നത്. പിന്നെ വരുന്ന സബ്നെറ്റ് ഐഡിക്കകത്താണ് നമുക്ക് നെറ്റ്വർക്ക് അഡ്രസ് എല്ലാം ചേഞ്ചസ് വരുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ തിങ്ക് ചെയ്യുക, അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. യെസ്, അവസാനത്തെ 64 ബിറ്റ് എന്താണ്? ഇന്റർഫേസ് ID, അഥവാ നമുക്ക് എന്ന് വിളിക്കാം ഹോസ്റ്റ് പോർഷൻ എന്ന് പറയും. യെസ്, അപ്പോ ഈ കാണുന്ന അഡ്രസ്സ് ഞാൻ ഇപ്പൊ മേലൊരു അഡ്രസ് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് എന്താണ്? ഒരു IP അഡ്രസ് ആണോ നെറ്റ്വർക്ക് അഡ്രസ് ആണോ? സാധാരണ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസ് ഫുൾ അഡ്രസ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റ് പോർഷൻ സ്ഥാനത്ത് കംപ്ലീറ്റ് 0 നമുക്ക് എന്ത് വിളിക്കാം? നെറ്റ്വർക്ക് അഡ്രസ് വിളിച്ചൂടെ? യെസ്, എക്സാമ്പിൾ 2000 മേലെ ഇരിക്കുന്ന അഡ്രസ് എഴുതുന്നത് 0.0a:/64 എന്ന് കണ്ടാൽ അതെന്താണ്? A പറയുന്ന നെറ്റ്വർക്ക് അഡ്രസ്സാണ് അല്ലെ? A പറയുന്ന നെറ്റ്വർക്ക് അഡ്രസ്. നൾക്കോളയുടെ മീനിങ് എന്താണ്? ബാലൻസ് കംപ്ലീറ്റ് എന്താണ്? ബാലൻസ് കംപ്ലീറ്റ് എന്താണ്? 0. ഓക്കെ, ബാലൻസ് കംപ്ലീറ്റ് എന്താണ്? 0. അപ്പം മേലെ കാണുന്ന IP അഡ്രസ്സിന്റെ നെറ്റ്വർക്ക് അഡ്രസ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഇതാണ് അതിന്റെ നെറ്റ്വർക്ക് അഡ്രസ് എന്ന് പറയുന്നത്. മേലെ ഇരിക്കുന്നതിനകത്ത് കംപ്ലീറ്റ് 0 അല്ല, ലാസ്റ്റ് ഞാൻ ഒരു ഡിജിറ്റ് 1 ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതെന്താണ്? ഒരു IP അഡ്രസ് ആണ്. അത് ഒഴിവാക്കി നമുക്ക് 0 കൊടുക്കാന്നുണ്ടെങ്കിൽ A പറയുന്ന നെറ്റ്വർക്ക് അഡ്രസ് ആണ്. 2000 A പറയുന്ന നെറ്റ്വർക്ക് അഡ്രസ് ആണ്. ഇതാണ് നമ്മുടെ IPv6 ആണ്. ഇത്രയേ ഉള്ളൂ IPv6 അഡ്രസ്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എവിടെയെങ്കിലും? വളരെ ഈസിയാണ്. പക്ഷെ നിങ്ങൾ ബുക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലവേദനിക്കും. പക്ഷെ ഇത്രേ ഉള്ളൂ പഠിക്കാൻ. ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടോപ്പോളജി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ വലിയൊരു കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ റൗട്ടിംഗ് ടേബിൾ കാണാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താ? IP route. ഇപ്പോഴത്തെ സ്ഥാനത്ത് IPv6 IPv6 റൂട്ട്. സാധാരണ ഇന്റർഫേസിന് സ്റ്റാറ്റസ് കാണാൻ വേണ്ടി ചെയ്യുന്ന കമാൻഡ് എന്താ? IP interface brief. IPയുടെ അവിടെ നിന്ന് കൊടുത്താൽ മതി. IPv6 ഇന്റർഫേസ് ബ്രീഫ്. ഇത്രേ ഉള്ളൂ. എല്ലാ കമാൻഡിന്റെ അവിടെയും IP വരുന്ന അവിടെ എന്താക്കിയാൽ മതി? IPv6 അങ്ങോട്ട് ആക്കിയാൽ മതി. പിന്നെ ഇവിടെ ഏറ്റവും സമാധാനം പറഞ്ഞത് സബ്നെറ്റ് മാസ്ക് ഉണ്ടോ? ഇല്ല. IPv6-നകത്ത് എന്തില്ല? സബ്നെറ്റ് മാസ്ക് ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? പ്രിഫിക്സ് ലെങ്ത് മാത്രമേ ഉള്ളൂ. സബ്നെറ്റ് മാസ്കിന് അവിടെ എന്ത് കൊടുത്താൽ മതി? 64 എന്ന് കൊടുത്താൽ മതി. സബ്നെറ്റ് മാസ്ക് നമ്മൾ എന്തിനാ ആക്ച്വലി യൂസ് ചെയ്യുന്നത്? ഉറപ്പുണ്ടോ സബ്നെറ്റ് മാസ്ക് ഉപയോഗിക്കുന്നത്? ഒരു നെറ്റ്വർക്ക് അഡ്രസ്സിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ് വന്നാൽ ആ വേരിയേഷൻസ് ഡിവൈസ് മനസ്സിലാക്കുന്നത്
സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഇവിടെ എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ? സബ്നെറ്റിംഗ് പോലുള്ള എന്തെങ്കിലും കാര്യം വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്രിഫിക്സ് ലെങ്ത് മാത്രം പറയാം. വളരെ ഈസിയാണ്. IPC അഡ്രസ് ചെയ്യാൻ കുറച്ച് ലെങ്തി ആണെന്ന് മാത്രം. ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആണെന്നുള്ളൂ. പിന്നെ ഏറ്റവും വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ ഇനീഷ്യൽ കോൺഫിഗറേഷൻ റൗട്ടിംഗ് എല്ലാം വേറെ വേറെ അല്ലേ ചെയ്യാറ്. ഇവിടെ നമ്മൾ ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോളോട് കയറുന്ന സമയത്ത് ലൈക്ക് റിപ്പ് ന്യൂ ജനറേഷൻ മറ്റൊരു പ്രോട്ടോകോൾ വരുന്നുണ്ട്, EAGRP വരുന്നുണ്ട്, OSPF വരുന്നുണ്ട്. ഇതിനകത്ത് എല്ലാം തന്നെ ഇന്റർഫേസിനകത്ത് നിങ്ങൾ IP കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇത് റിപ്പിനകത്ത് വരുന്ന പ്രോട്ടോകോൾ ആണ്, റിപ്പ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് എന്ന് കൂടി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം വളരെ ഈസി ആയിട്ട്. ഇനിയും പണി കുറയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഇനീഷ്യൽ കോൺഫിഗറേഷൻ വേറെ, റൗട്ടിംഗ് വേറെ, അല്ലെ? ഇങ്ങനെയൊക്കെ ചെയ്യാറ്. ഓക്കെ, മാക്സിമം പണി കുറച്ച് കൊണ്ടുവരാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അഡ്രസ് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വേറെ ചെന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു ഇന്റർഫേസിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എക്സിറ്റ് ചെയ്യാം. ഇനീഷ്യൽ റൗട്ടിംഗ് ഒരുമിച്ച് എന്ത് കഴിയും. എവിടെ മുതലാണ്? ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ ആട്ടോ. സ്റ്റാറ്റിക്കിന്റെ കേസോ ഡിഫോൾട്ട് കേസോ അല്ല ഞാൻ പറയുന്നത്. ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾസ് ലൈക്ക് റിപ്പ്, NG, EAGRP, OSPF എന്നൊക്കെ പറയുന്ന പ്രോട്ടോകോളിനകത്ത് അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്ന വേറൊരു അഡ്രസ്സിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കൊടുക്കുന്ന അഡ്രസ്സുകളെ വിളിക്കുന്ന പേരാണ് സൈറ്റ് ലോക്കൽ അഡ്രസ്. ഒരു ഡൗട്ട്. നമ്മൾ സബ്നെറ്റിംഗ് ചെയ്തിരുന്നത് ഇപ്പൊ ഒരു IP വേണ്ട ആൾക്ക് ആ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ സബ്നെറ്റിംഗ് ചെയ്തിരുന്നത്. ഇപ്പൊ ഇവിടെ ഇതിൽ സബ്നെറ്റിംഗ് ഇല്ലല്ലോ. അപ്പൊ ഈ ഒരു നെറ്റ്വർക്ക് പോർഷൻ ഫുള്ളായിട്ട് ഒരു കമ്പനിക്ക് അങ്ങനെ കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ അവർക്ക് അധികം അത്ര IP വേണ്ട. അപ്പൊ ഇത് ഫുള്ള് വേസ്റ്റ് ആവല്ലേ ചെയ്യാ? വേറൊരു കാര്യം ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, കമ്പനി സൈഡ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ISP ലെവൽ വരുന്ന സമയത്ത് ഷവർ പോലെ യൂസ് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? അപ്പൊ വേറെ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെയാണ്. അതെ, നമ്മൾ വേറെ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സബ്നെറ്റിംഗ് പോലുള്ള ഫീച്ചർ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പ്രൈവറ്റ് അഡ്രസ്സുകളെ വിളിക്കുന്ന പേരാണ് സൈറ്റ് ലോക്കൽ. എന്താ വിളിക്കുന്നത്? സൈറ്റ് ലോക്കൽ. അതേപോലെ തന്നെ വേറൊരു അഡ്രസ് കൂടി വരുന്നുണ്ട്, ലിങ്ക് ലോക്കൽ. FE80 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അഡ്രസ് ആണ് ലിങ്ക് ലോക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളായിട്ട് കൊടുക്കുന്നതല്ല, ഡിവൈസ് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ്. ഡിവൈസ് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ്. നമ്മളൊരു ഇന്റർഫേസ് നമ്മളൊരു IP അഡ്രസ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇമാജിൻ ചെയ്യാം. ആ ഇന്റർഫേസിന് എന്തുണ്ടാവും? ഒരു MAC അഡ്രസ് ഉണ്ടാവില്ലേ? എല്ലാ ഇന്റർഫേസുകൾക്ക് എന്തുണ്ടാവും? MAC അഡ്രസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ കൊടുക്കുന്ന IP പ്ലസ് ആ ഇന്റർഫേസിന്റെ ഫിസിക്കൽ അഡ്രസ് ആയിട്ടുള്ള MAC അഡ്രസ് വെച്ചിട്ട് നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി എന്ത് ജനറേറ്റ് ചെയ്യും? ഒരു അഡ്രസ് ജനറേറ്റ് ചെയ്യും. ആ അഡ്രസ് വിളിക്കുന്ന പേരാണ് ലിങ്ക് ലോക്കൽ. ബിക്കോസ് നിങ്ങൾ എവിടെയെല്ലാം ഷോ കമാൻഡ് അടിക്കുന്നുണ്ടോ നിങ്ങൾ കൊടുത്ത അഡ്രസ്സിന് തൊട്ട് താഴെ എന്തുകൂടി കാണാം? FE80 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അഡ്രസ് കൂടി കാണാം. കൺഫ്യൂഷൻ ആവേണ്ട. അത് നമ്മുടെ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ് ആണ്. ഇന്റേണൽ പർപ്പസിനും ഫാസ്റ്റ് ആക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. ഓക്കെ, അപ്പൊ സൈറ്റ് ലോക്കൽ അഡ്രസ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രൈവറ്റ് IP അഡ്രസ്. ലിങ്ക് ലോക്കൽ അഡ്രസ് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്. ക്ലിയർ? ഇനി ഞാൻ ആ PPT എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ലിങ്ക് ലോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ IPv4 നമ്മൾ ARP അഡ്രസ് മറ്റേ അഡ്രസ്സിങ് വരുന്ന വരിയാണ് ഓട്ടോമേറ്റഡ് ആയിട്ട് വരുന്നത്, മറ്റേ 169. എന്ന് പറഞ്ഞു അതേപോലെയാണോ ലിങ്ക് ലോക്കൽ? അല്ല 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 അത് ഉദ്ദേശിക്കുന്ന APIയുടെ ബേസിൽ വരുന്ന കാര്യമില്ല. അതെ അതെ അല്ല അല്ല, ഇതല്ല. സിസ്റ്റം ഇന്റേണലി ജനറേറ്റ്. നമ്മൾ സാധാരണ നമ്മൾ ARP ഒക്കെ ജനറേറ്റ്, മീൻസ് ARP ഡെസ്റ്റിനേഷൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഓർക്കുന്നുണ്ടോ? സ്വിച്ചിങ് വരുന്നുണ്ട്, സ്വിച്ചിങ്ങിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ARPയുടെ ഫംഗ്ഷൻ അവിടെ പറയുന്നുണ്ട്, ആ സമയത്ത് ഒന്നുകൂടി ക്ലിയർ ആയി മനസ്സിലാവും. അന്ന് പറയുന്ന പോലെ നമ്മൾ ARP യൂസ് ചെയ്യുന്ന തന്നെ ഡെസ്റ്റിനേഷൻ ഡിവൈസിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന NDP. പറഞ്ഞു നമുക്ക് വരുന്നുണ്ട് സ്വിച്ചിങ്ങിനകത്ത്. യെസ്, അപ്പൊ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. പിന്നെ നമ്മുടെ പബ്ലിക് IPനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ യൂണിക്കാസ്റ്റ് അഡ്രസ്. എന്താ വിളിക്കുന്നത്? ഗ്ലോബൽ യൂണിക്കാസ്റ്റ് അഡ്രസ്.
പബ്ലിക് അഡ്രസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ യൂണിക്നെസ് അഡ്രസ്. ഇതാണ് താങ്കൾ ചോദിച്ച ആൻസർ. എടുത്തില്ലേ? ഇതൊന്നും എടുത്തില്ല, കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കും, നമ്മൾ GRP എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത് എടുക്കട്ടെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ജസ്റ്റ് ആ GRP എന്താ നോട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു വാല്യൂ ആണ്, ഇത് മാത്രം നോട്ട് ചെയ്താൽ. IPC അഡ്രസ്സിനെ ഷോർട്ട് ആക്കിയതിന്റെ നോട്ടാണ്. അതാണ് ഞാൻ എഴുതുന്നത്, നോട്ട് ചെയ്താൽ മതി, അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നമ്മള് IPC അഡ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും 2 or 3 വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യും. ഒരു ചെറിയൊരു ലാബ് നോക്കാം. ഇത് വേണ്ട കേട്ടോ, ഞാൻ എഴുതി കാണിച്ചു തരാം, അതായിരിക്കും ബെറ്റർ. ഒരു ചെറിയൊരു ലാബ്, ഓക്കെ, ചെറിയൊരു ലാബ് വെച്ച് നമുക്ക് ഇതിന്റെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ റൗട്ടിങ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്നതിന് ശേഷം നമുക്ക് ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ ജമ്പ് ചെയ്യും. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, എങ്ങനെയാണ് ഒരു ഇന്റർഫേസിനകത്ത് IP കൊടുക്കുന്നത് പരിചയപ്പെടാം. ഒരു വ്യത്യാസമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ, എന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പം R1 R2 പറയുന്ന 2 റൗട്ടേഴ്സ്. ഇതിനകത്ത് ഒരു ലൂപ്പ് ബാക്ക് കൊടുക്കാം, ഇതിനകത്ത് ഒരു ലൂപ്പ് ബാക്ക് കൊടുക്കാം. L1 എന്ന് കൊടുത്തേക്കാം, S/0 എന്ന് കൊടുത്തേക്കാം, S/0 ആയിക്കോട്ടെ, ഇവിടെ L1 ആയിരിക്കും. അപ്പൊ നമ്മള് നേരത്തെ യൂസ് ചെയ്ത അഡ്രസ്സ്, ഇപ്പൊ നേരത്തെ എഴുതിയ അഡ്രസ്സ് ഞാൻ എഴുതാം, 000, പിന്നെന്തായിരുന്നു, 0 തന്നെയായിരുന്നു അല്ലെ, 00. ഈ 4ാമത്തെ പോർഷനകത്താണ് എന്ത് വന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എഴുതാൻ പോകുന്ന അഡ്രസ്സ് ഇമാജിൻ ചെയ്യുക, A:1 എന്ന് വെച്ചാൽ ഇതിന് ഫ്രണ്ടിൽ എന്തുണ്ട്, 2000. ഇനി അടുത്ത അഡ്രസ് നമുക്ക് എന്ത് കൊടുക്കാം, B:1. ഇവിടെ നമുക്ക് B:2. ഇത് നമുക്ക് C:1. ഒരു ഐഡിയ കിട്ടി, ഞാൻ എഴുതിയത് മനസ്സിലായോ? എല്ലാത്തിന്റെ ഫ്രണ്ടിൽ ഞാൻ 190 160 കൊടുക്കുന്ന പോലെ ആദ്യത്തെ 3 എണ്ണം സെയിം ആണ്. ചേഞ്ചസ് വരുന്ന ഇവിടെ മാത്രമാണ് 4ാമത്തെ പോർഷനാണ്. ആ 4ാമത്തെ പോർഷനാണ് A, B എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു ടോപ്പോളജി നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മുടെ എല്ലാ ഡിവൈസിനകത്തും എന്ത് എനേബിൾഡ് ആയിരിക്കും, IP4 എനേബിൾഡ് ആയിരിക്കും. പക്ഷെ എന്ത് എനേബിൾ ആയിരിക്കില്ല, IP6 എനേബിൾ ആയിരിക്കില്ല. ബിക്കോസ് എല്ലാവരും യൂസ് ചെയ്യുന്നത് IP4 തന്നെയാണ്. IP6 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കമാൻഡ് അഡീഷൻ കൊടുക്കണം, IP6 unicast-routing. IP6 unicast-routing. ഇത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഇന്റർഫേസ് നമ്മുടെ L1. എന്നതിന് ശേഷം കൊടുക്കേണ്ട കമാൻഡ് ജസ്റ്റ് IP6, അതായത് IPv എന്ന് എഴുതിയാലും മതി, എന്നാലും IP6 എഴുതാം. IP6 add അഡ്രസ് എന്താണ്, 2000 A:1. പിന്നെ നമ്മൾ സബ്നെറ്റ് മാസ്കിന് പകരം 64. യെസ്, ദെൻ സാധാരണ കൊടുക്കുന്ന വേറെ വ്യത്യാസമൊന്നുമില്ല. നോ ഷട്ട് ഡൗൺ, എക്സിറ്റ്. ഐഡിയ കിട്ടിയോ? ഇനി അടുത്ത ഇന്റർഫേസ് ഏതാ, ഞാൻ ഒരു റൗട്ടിന് എഴുതാം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്.
ഇന്റർഫേസ് അടുത്തതാണ് S1/0. IPv എന്ന് കൊടുത്താലും മതി. IPv add 2000 നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 0.0.b null:1/64. Then no shutdown, exit. സേവ് ചെയ്യുന്നൊക്കെ ഒരു കമന്റ് തന്നെയാണ് കേട്ടോ. ഡു റൈറ്റ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ദെൻ വെരിഫൈ ചെയ്യുമ്പോൾ ഡു. ഓക്കെ, ഇതാണ് ഡു ഷോ IPv6 ഇന്റർഫേസ് ബ്രേക്ക്. ഇത്രയേ ഉള്ളൂ ഇനീഷ്യൽ കോൺഫിഗറേഷൻ. ഈ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഈസി അല്ലേ പിക്ക് ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടില്ല. ആകെ അഡീഷണൽ എന്താണ് IPv6 ഉനിക്കാസ്റ്റ് റൗട്ടിംഗ് പറഞ്ഞു കൊടുക്കുക. സബ്നെറ്റ് മാസ്കിന്റെ സ്ഥാനത്ത് പ്രിഫിക്സ് ലെങ്ത് പറഞ്ഞു കൊടുക്കുക. തീർന്നു. പിന്നെ IP കൊടുക്കുന്ന സ്ഥാനത്തെല്ലാം IPv6 എന്നാക്കുക. വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഈ കാണുന്ന ടോപ്പോളജിയുടെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ആണ് ഈ കാണുന്നത് R1ന്റെ. നമുക്ക് ഈ ടോപ്പോളജിക്കകത്ത് നമുക്ക് എന്തുകൂടി ചെയ്ത് നോക്കാം, സ്റ്റാറ്റിക് റൂട്ട് കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ R1ന് അറിയാൻ പാടില്ലാത്ത റൗട്ടിംഗ് ഏതാ? ഇതെന്താണ്? സ്റ്റെപ്പ് 1 ഇനീഷ്യൽ ആണ് ചെയ്തത്. ഇനി എന്താണ്? സ്റ്റെപ്പ് 2 റൗട്ടിംഗ്, അതായത് സ്റ്റാറ്റിക് റൗട്ടിംഗ്. സ്റ്റാറ്റിക് റൗട്ട് ചെയ്യുന്നത് R1 ഫസ്റ്റ് റൗട്ടിനകത്ത് കയറിയിട്ടാണ്. ഓക്കെ, R1 കോൺഫിഗ് സിന്റാക്സ് നോക്കിയാൽ മതി, വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. IP റൂട്ടിന് പകരം എന്ത് കൊടുത്താൽ മതി? IPv6 റൂട്ട്. പിന്നെന്താ നമ്മൾ പറഞ്ഞു കൊടുക്കാറ്? അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് അല്ലേ? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഏതാ അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ്? ഏതാണ്? R1ന് അറിയാൻ പാടില്ലാത്ത അഡ്രസ് ഏതാ? C അല്ലേ? C പറയുന്ന നെറ്റ്വർക്ക് അഡ്രസ് 2000 C നെറ്റ്വർക്ക് അഡ്രസ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് കൊടുത്താൽ മതി? ഈ കഴിഞ്ഞ് നൽകോളം ഇട്ടിട്ട് പ്രിഫിക്സിൽ കൊണ്ട് കൊടുക്കുക, നെറ്റ്വർക്ക് അഡ്രസ് ആയി. ഇനി ആ നെറ്റ്വർക്കോട്ട് പോകാൻ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് S1/0 പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് IP ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഈ നൽകോളം എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് എക്സിറ്റ് ഇന്റർഫേസ് പറയുകയാണ് S1/0. ഇത്രയും പറഞ്ഞാൽ മതി. നേരെ നമ്മുടെ റിക്വസ്റ്റ് എങ്ങോട്ട് എത്തിക്കോളും? ആർട്ടിലോട്ട് പോകുന്നു. ആർട്ട് നമുക്ക് എങ്ങോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരുന്നു? സിയിലോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരും. ഐഡിയ കിട്ടിയോ? ഇതേപോലെ തിരിച്ചു പറയുമ്പോഴോ, R2 എന്ന് പറയുമ്പോഴോ അണ്ണോ നെറ്റ്വർക്ക് അഡ്രസ് ഏതാ? A ആണ്. അപ്പൊ ഇതേപോലെ IPv6 റൂട്ട് ബാക്കി എല്ലാം സേ, A മാത്രം കൊടുത്തു, ബാക്കി എല്ലാം സേ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താണ്? IPv6 റൂട്ട്. ഇവിടെ നമ്മൾ IPv6 റൂട്ട്. ഇവിടെ ഐക്കൺ ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല. ജസ്റ്റ് ഇവിടെ റൂട്ട് കൂടിന്റെ IPv6 റൂട്ട്. ഡു ഷോ IPv6 റൂട്ട്. റൗട്ടിംഗ് ടേബിൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് IPv6നകത്ത് ടൈപ്പ് കൊടുക്കുന്ന സ്ഥാനത്ത് IPv6 കൊടുത്താൽ മതി. വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഈ ലാബ് ഒന്ന് ചെയ്ത് കാണിച്ചോട്ടെ. ഇതിന് ഇനീഷ്യൽ റൗട്ടിങ്ങും നോട്ട് ചെയ്തില്ലേ? വരട്ടെ, ഞാൻ ഇച്ചിരി ശകലം വെള്ളം എടുത്തിട്ട് വരാം.
Yes. /0 to SS. Yes. കോൺഫിഗറേഷൻ മോഡിൽ കയറുന്നു. ഇത് കമാൻഡ് കൊടുക്കണ്ടേ? IPv6 യൂണികാസ്റ്റ് റൗട്ടിംഗ്. ഇത് കൊടുക്കാതെ ചെയ്യരുത്. കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ റൗട്ടിംഗ് എനേബിൾ ആവില്ല. കൊടുക്കുന്നു. ആദ്യത്തെ ഇന്റർഫേസ് ആയിട്ടുള്ള ഇന്റർഫേസ് L1-നകത്ത് കയറുന്നു. IPv add 2000:0:0:A null:1/64. ഇത്രേ ഉള്ളൂ. ഡീറ്റെയിൽ then നോർമലി കൊടുക്കുന്ന പോലെ നോ ഷട്ട് ഡൗൺ then exit. അടുത്ത ഇന്റർഫേസ് S1/0 അടിക്കുന്നു. ജസ്റ്റ് എന്താക്കിയാൽ മതി, ഒന്ന് P ആക്കിയാൽ മതി. exit offered x. അപ്പോൾ ഇനീഷ്യൽ കോൺഫിഗറേഷൻ കാണാനുള്ള കമാൻഡ് എന്താണ്? IPv interface. ഓക്കെ, നമ്മൾ കൊടുത്ത അഡ്രസ്സിനൂടെ ഒരാൾ കൂടി വന്നിരിക്കണോ? അത് നിങ്ങൾ കെയർ ചെയ്യണ്ട, ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 2000 B null:1 SS/0 IP ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം ലൂപ്പ് ബാക്കിന്റെ IP വന്നിട്ടുണ്ട്. സാർ ഈ FE80 ആ മൊഡ്യൂളിന്റെ ബാക്ക് അഡ്രസ് ആണോ? ഏതാണ് ഇത് എന്തിന്റെ ബാക്ക് അഡ്രസ് ആയിട്ടാണ് വരുന്നത്? FE80 ലിങ്ക് ലോക്ക് അഡ്രസ് ആണ് ഉദ്ദേശിച്ചത്. ലിങ്ക് ലോക്ക് അഡ്രസ് പറയുമ്പോൾ നമ്മൾ കൊടുത്ത IPC അഡ്രസ് പ്ലസ് ആ ഇന്റർഫേസിന്റെ മാക് അഡ്രസിന്റെ ഒരു കോമ്പിനേഷൻ. ബാക്ക് അഡ്രസ് എന്ന് പറയുമ്പോൾ ആ ഇന്റർഫേസിന് ഒരു മാക് അഡ്രസ് ഉണ്ട്. ലൂപ്പ് ബാക്ക് ആണെങ്കിലും ഫിസിക്കൽ ഇന്റർഫേസ് ആണെങ്കിലും എല്ലാത്തിനും എന്തുണ്ടാവും? മാക് അഡ്രസ് ഉണ്ട്. ആ മാക് അഡ്രസ്സിനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു അഡ്രസ് ഇന്റേണൽ പർപ്പസിന് കംപ്ലീറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു അഡ്രസ് ആണ്. നമുക്ക് കാണിച്ചു തരാൻ മാത്രം ലേബിൾ പോലെ ഫ്രണ്ടിൽ നമ്മൾ കൊടുത്ത അഡ്രസ് ആണ്. ഇനി നമുക്ക് നാളെ ചെറിയ എൻഗേജ്മെന്റ് ആണ്, അതിന്റെ തിരക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വീക്കിലി 3 ദിവസം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ക്ലാസ് എടുത്തത്. IPv6 യൂണികാസ്റ്റ് ടൈപ്പ് റൗട്ടിംഗ്, അതേപോലെ തന്നെ ഇന്റർഫേസ് S1/0 IPv add 2000:0:B null:2 കറക്റ്റല്ലേ? offset exit. ഈ ലൂപ്പ് ബാക്ക് കൂടി ഉണ്ട്. ഇന്റർഫേസ് L1 offset exit to show IPv int PRI. എല്ലാം ഓക്കെയാണ്, അപ്പാണ്.
ബ്രാക്കറ്റിലാണല്ലേ അപ്പ് എന്ന് കാണിക്കുന്നുണ്ട്, എവറിത്തിങ് ഫൈൻ. എന്നാൽ നമുക്ക് എന്ത് കിട്ടില്ല? അൺനോൺ നെറ്റ്വർക്കിലോട്ട്, അതായത് അപ്പുറത്തെ അൺനോൺ ആയിട്ടുള്ള നെറ്റ്വർക്കിലോട്ട് നമുക്ക് എന്ത് കിട്ടില്ല? കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല. ടു പിങ് മറുവശത്തുള്ള അഡ്രസ് അതാണ് 2000 ഓപ്പോസിറ്റ് എന്തായാലും സി അല്ലേ? സി _1. സി നമുക്ക് എന്ത് കിട്ടുന്നില്ല? മറുവശത്തോട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു റൗട്ടിങ് ചെയ്യണം. അപ്പൊ നമ്മൾ സ്റ്റാറ്റിക് റൗട്ടിങ് പറഞ്ഞത് സ്റ്റാറ്റിക് റൗട്ടിങ് ചെയ്ത് നോക്കാം. ടൈമൗട്ടാണ്. അപ്പൊ അങ്ങോട്ട് നമുക്ക് റൗട്ടിങ് ചെയ്യാം. IPv6 റൂട്ട് അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് 000 സി അല്ലേ? സി //64 ഇത് നമ്മുടെ എക്സിറ്റ് ഇന്റർഫേസ് റൗട്ടിംഗ് എനേബിൾ ആയിട്ടുണ്ട്. ചെയ്ത് നോക്കാം. സി നമുക്ക് അങ്ങോട്ട് എന്ത് കിട്ടുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. ഇതേപോലെ മറുവശത്ത് ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ഇങ്ങോട്ട് എയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാറ്റിക് റൂട്ട് ചെയ്യണം. IPv6 റൂട്ട് അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് 2000 0 A://64 അവിടെ SS/0 SS/0. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടും 2000 0 0 A null:. A യെസ് ഫൈൻ. ഇനി നമ്മൾ റൗട്ടിംഗ് ടേബിൾ ചെക്ക് ചെയ്ത് നോക്കാം. ഡു ഷോ IPv6 റൂട്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എസ് വഴി സ്റ്റാറ്റിക് റൂട്ട് വഴി നമുക്ക് ഈ A null:, പറയുന്ന നെറ്റ്വർക്ക് അഡ്രസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏത് വഴിയാന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിലുപരി സി എന്ന് പറഞ്ഞിട്ട് ഇതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ സീരിയൽ ഇന്റർഫേസിന്റെ നെറ്റ്വർക്ക് അഡ്രസ് അല്ലേ? അതെ. അതേപോലെ അതിന്റെ IP കൂടി കാണിച്ചു തരും. റൗട്ടിംഗ് ടേബിളിൽ തന്നെ ലോക്കൽ മീൻസ് ലോക്കൽ IP, അത് ഏത് IP ആണെന്ന് കൂടി കാണിച്ചു തരും. 128 മീൻസ് ഇറ്റ്സ് എ സിംഗിൾ IP. /32 കണ്ട എന്താ മീൻ ചെയ്യുന്നത്? സിംഗിൾ IP എന്ന് പറയുന്ന പോലെ 128 കണ്ട എന്ന് മനസ്സിലാക്കുക, ഇറ്റ്സ് എ സിംഗിൾ IP. അതായത് നമ്മുടെ B null:2 മനസ്സിലായില്ലേ? നമ്മുടെ സീരിയൽ ഇന്റർഫേസിന്റെ IPയും കാണിച്ചു തരും, നെറ്റ്വർക്കും കാണിച്ചു തരും. ക്ലിയർ? അതേപോലെ അടുത്ത നെറ്റ്വർക്ക് അഡ്രസ് ഏതാണ്? സി. ആ നെറ്റ്വർക്ക് അഡ്രസ്സും കാണിച്ചു തരുന്നുണ്ട്, അതേപോലെ തന്നെ അതിന്റെ IPയും കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതേപോലെ R1 പോയി ചെക്ക് ചെയ്താൽ R1 പോയി നമുക്ക് ചെക്ക് ചെയ്യാം. ഡു ഷോ IPv6 റൂട്ട്. അവിടെയും എന്താണ്? നെറ്റ്വർക്ക് അഡ്രസ്സും നമുക്ക് കാണിച്ചു തരും, അതേപോലെ തന്നെ നമുക്ക് IP അഡ്രസ് കൂടി നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഒരേ ടേബിളിനകത്ത് തന്നെ നമുക്ക് രണ്ടും കാണാം. കുറച്ചും കൂടി ഫിൽറ്റർ ചെയ്ത് കാണിക്കുന്നത് നമുക്കിപ്പോ IPv6 റൂട്ട് സ്റ്റാറ്റിക് എന്ന് കൊടുത്താൽ അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് മാത്രം കാണിച്ചു തരും. നിങ്ങൾക്ക് വേറെ ഒന്നും കാണണ്ട, കണക്റ്റഡ് IP ഒന്നും നിങ്ങൾക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി? IPv6 റൂട്ട് എൻഡിൽ സ്റ്റാറ്റിക് കൊടുത്താൽ മതി. ഇപ്പൊ EIGRP ആണെങ്കിൽ എന്ത് കൊടുത്താൽ മതി? IPv6 റൂട്ട് EIGRP 100 ആണെങ്കിൽ EIGRP 100 കൊടുത്തു കഴിഞ്ഞാൽ EIGRPയുടെ നെറ്റ്വർക്ക്സ് മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? കാണിച്ചു തരുന്നത്. സോ സ്റ്റാറ്റിക് റൗട്ടിംഗ് ക്ലിയർ അല്ലേ? വളരെ ഈസിയാണ്. IP4 അഡ്രസ്സിനേക്കാളും വളരെ ഈസിയാണ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ മതി. IP4 ഓൾറെഡി പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് IP6 ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, ഇനി ഇതിനകത്ത് ഡീഫോൾട്ട് കമാൻഡ് പറഞ്ഞാൽ നമുക്ക് ലാബ് വേറെ വരുന്നുണ്ട്. ഡീഫോൾട്ട് റൂട്ടിന്റെ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റാറ്റിക് റൂട്ട് ഒന്ന് റിമൂവ് ചെയ്യണേ. ഡീഫോൾട്ട് റൂട്ട് നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യാറ് ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് നമുക്ക് അറിയാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ചെയ്യും റൂട്ടിംഗ്. ചുമ്മാ കമാൻഡ് ഒന്ന് പരിചയപ്പെടുത്താം. ലാബ് വേറെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ 2 ഡിവൈസിൽ നിന്നും
ഞാൻ എന്ത് റിമൂവ് ചെയ്തു? സ്റ്റാറ്റിക് റൂട്ട് റിമൂവ് ചെയ്തു. സാധാരണ സിന്റാക്സ് എന്താന്ന് ഓർമ്മയുണ്ടോ? 0 0. യെസ്, വെരി ഗുഡ്. എല്ലാം 0. ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് അറിയോ? അതിന് സ്ഥാനത്ത് 0. പിന്നെ നമ്മൾ എന്താ കൊടുക്കാറ്? സബ്നെറ്റ് മാസ്ക് നമുക്ക് അറിയോ? അതിന് സ്ഥാനത്ത് 0. ഓക്കെ, ഇവിടെ ഒന്നും അറിയില്ല, കംപ്ലീറ്റ് 0ക്ക് പകരം എന്ത് കൊടുത്താൽ മതി? വളരെ സിമ്പിൾ ആണ് കമാൻഡ്. കണ്ടോ, എനിക്ക് പ്രിഫിക്സ് ലെങ്ത് അറിയോ? മീൻസ് സബ്നെറ്റ് അറിയോ? ഇല്ല, എനിക്ക് ആകെ അറിയുന്നത് എക്സിറ്റ് ഇന്റർഫേസ് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, വളരെ ഈസി അല്ലേ? ഡീഫോൾട്ട് കമാൻഡ് നോക്കി, നിങ്ങൾക്ക് ആ സിന്റാക്സ് മനസ്സിലായോ? സാധാരണ നമ്മൾ IP റൂട്ട് 00 കൊടുക്കും, മാസ്കിന് സ്ഥാനത്ത് 0 കൊടുക്കും. ഇവിടെ മാസ്കിന് സ്ഥാനത്ത് പ്രിഫിക്സ് ലെങ്ത് ആണ്, അതിന് സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. കംപ്ലീറ്റ് 0 മീൻസ് എന്താണ്? നൾ കോളം മീനിങ് എന്താണ്? ഒന്നുമില്ല, വെറും നൾ കോളം മാത്രം കാണുകയാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ് 0. റൈറ്റ് കിട്ടിയോ? ഇതേപോലെ മറുവശത്തും നമുക്ക് എന്ത് ചെയ്യാം? ഡീഫോൾട്ട് റൂട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മൾ കമാൻഡ് പരിചയപ്പെടുത്തുന്നതാണ്. ഓക്കെ, IPv6 റൂട്ട് null:/0 എക്സിറ്റ് ഇന്റർഫേസ് S1/0. രണ്ട് സൈഡ് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു? ഡീഫോൾട്ട് റൂട്ട് പറഞ്ഞു കൊടുത്തു. എന്ന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പിങ് ചെയ്ത് നോക്കാം ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിലോട്ട്. നിങ്ങൾക്ക് പിങ് വരുന്നുണ്ട്, ഡു ഷോ IPv6 റൂട്ട്. ഫസ്റ്റ് ലൈൻ കണ്ടോ? ഡീഫോൾട്ട് റൂട്ടിംഗ് ആണ് എന്നാണ് ഇതിന്റെ മീനിങ്. ഒരു അഡ്രസ്സും ഇല്ല, null:/0 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഡീഫോൾട്ട് റൂട്ടിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. നമുക്ക് എല്ലാം കൂടി വരുന്ന ഒരു ലാബ് വരുന്നുണ്ട്. ഈ സ്റ്റാറ്റിക് വരും, ഡീഫോൾട്ട് വരും, അതുപോലെ തന്നെ റിപ്പ് ന്യൂ ജനറേഷൻ വരും, അതേപോലെ തന്നെ EIGRP വരുന്നുണ്ട്, അതേപോലെ തന്നെ OSQF വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ റൗട്ടിംഗ് പ്രോട്ടോകോൾ കൂടി ഒരു മിക്സഡ് ലാബ് കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യം മനസ്സിലാവും. അതിന് മുമ്പ് നമുക്ക് സ്റ്റാറ്റിക് ഒന്ന് ചെയ്ത് നോക്കി, ഡീഫോൾട്ട് ഒന്ന് ചെയ്ത് നോക്കി. ഇതുപോലെ തന്നെ നമുക്ക് റിപ്പ് ന്യൂ ജനറേഷൻ വരുന്നുണ്ട്. നമുക്ക് റിപ്പ് ന്യൂ ജനറേഷൻ ചെയ്ത് നോക്കണം, EIGRP സെപ്പറേറ്റ് ചെയ്ത് നോക്കണം, OSQF നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കണം. ദെൻ ഫൈനലി ഇതെല്ലാം കൂടി വരുന്ന ഒരു ലാബ്. ഓക്കെ, അപ്പോൾ എന്ത് പരിചയപ്പെടും? എല്ലാം കൂടി വരുന്ന ലാബ് എന്ന് പറയുമ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ പരിചയപ്പെടും. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ കിട്ടണല്ലേ? ഈ 4 പോയിന്റുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുകൂടി പഠിക്കേണ്ടി വരും? റീഡിസ്ട്രിബ്യൂഷൻ പഠിക്കേണ്ടി വരും. അതിനുശേഷം വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് IPv6 വരുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എങ്ങോട്ട് ജമ്പ് ചെയ്യും? BGP പറയുന്ന നമ്മുടെ ISPയുടെ പ്രോട്ടോകോൾ ആയിട്ടുള്ള പ്രോട്ടോകോൾ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് കൂടുതൽ എടുക്കുന്നില്ല. ഇനി അടുത്ത ദിവസം നമ്മൾ EIGRP ആണ് എടുക്കുന്നത്. EIGRPയുടെ IP6 റൗട്ടിംഗ്. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. സർ, ഒരു മിനിറ്റ്. ഈ IP റൂട്ടില് ലാസ്റ്റ് FF00 അതെന്താ? LFF00 FF എന്ന് കണ്ടത് അതിന്റെ മൾട്ടികാസ്റ്റ് ആണ്. മൾട്ടികാസ്റ്റ് ബേസ്ഡ് ആണ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. FF മീൻസ് മൾട്ടികാസ്റ്റ്. നമ്മുടെ റൗട്ടിംഗ് കംപ്ലീറ്റ് ഹെല്ലോ മെസ്സേജ് മറ്റുള്ളതൊക്കെ അയക്കുന്നത് ചെയ്തിട്ടാണ് മൾട്ടികാസ്റ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ലോക്കലി നൾ ഒന്നുമില്ല. ഓക്കെ, മൾട്ടികാസ്റ്റ് അഡ്രസ് ഒക്കെ തന്നെ മൾട്ടികാസ്റ്റ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല, ഒന്നും ഇല്ല എന്നാണ് മീൻസ്. നൾ ഒന്നുമില്ല, ആക്റ്റീവ് അല്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരുമല്ലേ? നമ്മള് ഓട്ടോമാറ്റിക് വരും. അതിനകത്ത് നമ്മൾ മൾട്ടികാസ്റ്റ് ബേസ്ഡ് എന്തെങ്കിലും റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അഡ്രസ് അവിടെ കാണിച്ചു തരും. അപ്പൊ നൾ ഒന്നുമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ കമ്മിങ് ഫ്രൈഡേ കാണാം. താങ്ക് യു ഓൾ. Okay. താങ്ക് യു.